ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാരാന്ത്യത്തിൻ്റെ ഈ പ്രഭാത സമയത്ത് പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവനുള്ള ദൈവം. നാം വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് എന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും അവനെ വിളിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവനുള്ള ദൈവത്തിനായി അവർ ദാഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സങ്കീർത്തനങ്ങൾ 42-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിൻ്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ പോയിൻ്റായ അങ്ങനെയുള്ള വ്യക്തികൾ ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു എന്നുള്ള അതിന് മറുപടി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ വേദവാക്യം. ഈ വേദഭാഗത്ത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് ഇവിടെ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സങ്കീർത്തനം കോരപുത്രന്മാർ സംഗീത പ്രമാണിക്ക് എഴുതിയതാണ് എന്ന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു വിശ്വാസി ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ എങ്ങനെ കാക്ഷിക്കുന്നുവെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. രണ്ടാമത്തെ പോയിൻ്റാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. ഈ വേദഭാഗ്യം വളരെ മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. വേറൊരു വാക്യം കൂടി നോക്കാം. പരിശുദ്ധനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്നും വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിച്ചു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അതായത് നമ്മൾ ദൈവത്തിനോട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അത് എങ്ങും ആർക്കും മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾ അതിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തെസ്സലോനിക്കരുടെ വിശ്വാസം കണ്ടിട്ട് മക്കദോന്യയിലും ആഖായിലും വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്ന് പറയുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സഭ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നാണ് പറയുന്നത്. സഭ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. പരിശുദ്ധനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്ന് പറയുന്നു. നാം ഇവിടെ കാണുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് ഉദ്ബോധിപ്പിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നാം മറക്കാൻ പാടില്ല.
നാം ദേവാലയത്തിൽ പോകുന്നതിൻ്റെ മാഹാത്മ്യം ആചാര്യ ശ്രേഷ്ഠന്മാർ നമ്മെ കൂടെ ഓർപ്പിക്കാറുണ്ട്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമുക്ക് ദൈവാനുഗ്രഹം വേണമെന്നുണ്ട് എങ്കിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദേവാലയത്തിൽ കൃത്യസമയത്ത് പോയി അവനെ വിളിക്കുന്നു എങ്കിൽ പ്രയോജനപ്പെടും എന്നാണ് നാം ഈ വേദഭാഗത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നാം ആ സഭയിലെ ഒരു അംഗം ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് ലഭിക്കുകയുള്ളൂ. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 31 ഇപ്രകാരം പറയുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മൾ അവനെ അറിയാതെ അവൻ്റെ ശിക്ഷാവിധിക്ക് വിധേയരായി തീർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് എടുത്ത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയതിനാൽ അവൻ ഒരു ചുറ്റികയാണ്, അവൻ തീയാണ്, അവൻ ഒരു വാളാണ് എന്നൊക്കെയും മനസ്സിലാക്കണം. നമ്മൾ അവനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ശിക്ഷാവിധിക്ക് വിധേയരാകാതെ രക്ഷ പ്രാപിക്കുകയില്ല എന്ന് മാത്രം മനസ്സിലാക്കണം. എന്നാൽ അവൻ ദയയുള്ളവനും കാരുണ്യവാനും സർവശക്തനുമാണ് എന്നുള്ള വിവരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴാതെ മുമ്പോട്ട് നീങ്ങും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജീവനുള്ള ദൈവത്തെ ശ്രദ്ധിച്ച് നോക്കുവീൻ എന്നാണ് പറയുന്നത്. ജീവനുള്ള ദൈവത്തെ ശ്രദ്ധിച്ച് നോക്കണമെന്നെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ എന്നാണ് പറയുന്നത്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നവർക്ക് മാത്രമേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നാം ഇവിടെ പറയുന്നത്. നാം ജീവനുള്ള ദൈവത്തെ നോക്കി അവൻ്റെ പാതകളിലൂടെ സഞ്ചരിച്ചാൽ ദൈവം നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളും സാധിച്ചു തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം കണ്ടത് 5 കാര്യങ്ങളാണ്. അതിൽ നിന്നും മനസ്സിലാകുന്നത് നാം സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആണ് എന്നാണ്. നാം നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവനെ സേവിച്ചാൽ നാം ദൈവമക്കളായി നാം വിശ്വസിക്കുന്ന ആ നിത്യ ജീവന് അവകാശികൾ ആയിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മളെ ആ ജീവനുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നുവെങ്കിൽ സേവിച്ച് നമ്മൾ നിത്യജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നതെന്നുള്ള ആ കൃത്യമായ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.